ഛത്തീസ്ഗഡിലെ കൊറിയ ജില്ലയിൽ ബി.ജെ.പി. നേതാവിനെ കാറിനുള്ളിലിട്ട് ജീവനോടെ കത്തിച്ച് കൊലപ്പെടുത്തിയെന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. മണൽ ഖനനത്തെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്നായിരുന്നു കൊലപാതകമെന്നാണ് പോലീസിന്റെ സംശയം. 60-കാരനായ ഭരത് സിംഗ് ആണ് ദാരുണമായി കൊല്ലപ്പെട്ടത്. അദ്ദേഹത്തിന്റെ 2 ബന്ധുക്കളും പൊള്ളലേറ്റ് മരണപ്പെട്ടു. ചൊവ്വാഴ്ച വൈകിട്ട് കഡ്ഗോഡി ഗ്രാമത്തിലാണ് നാടിനെ നടുക്കിയ സംഭവമുണ്ടായത്. പ്രതികൾ ഇന്ധനമൊഴിച്ച് ഭരത് സിംഗിനെയും ബന്ധുക്കളെയും ജീവനോടെ കത്തിക്കുകയായിരുന്നു എന്നാണ് പ്രാഥമിക നിഗമനമെങ്കിലും അന്തിമ ഫോറൻസിക് റിപ്പോർട്ടിനായി കാത്തിരിക്കുകയാണ് മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ. സംഭവവുമായി ബന്ധപ്പെട്ട് ഒരു കുടുംബത്തിലെ 4 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഭരത് സിംഗും ബന്ധുക്കളും സഞ്ചരിച്ചിരുന്ന കാറിലേക്ക് പ്രതികൾ ട്രക്ക് ഇടിച്ച് കയറ്റുകയായിരുന്നു. ശക്തമായ ഇടിയിൽ കാറിന്റെ വാതിലുകൾ ലോക്കാവുകയും വാഹനത്തിലുണ്ടായിരുന്നവർ ഉള്ളിൽ കുടുങ്ങുകയുമായിരുന്നു. പിന്നാലെ ആക്രമികൾ വാഹനം പെട്രോൾ ഒഴിച്ച് കത്തിക്കുകയായിരുന്നു എന്നാണ് പ്രാഥമിക നിഗമനം എന്നാണ് പോലീസ് പറയുന്നത്. ഭരത് സിംഗ് സംഭവ സ്ഥലത്ത് തന്നെ വെന്തു മരിച്ചു. 80% പൊള്ളലേറ്റ സഹോദരൻ നാഗേന്ദ്ര സിംഗ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണപ്പെട്ടത്. മറ്റൊരു വാഹനത്തിലുണ്ടായിരുന്ന ബന്ധുവായ വീരേന്ദ്ര പ്രതാപ് സിംഗിനെ ആക്രമി സംഘം ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. ആക്രമണത്തിൽ പരിക്കേറ്റ മറ്റൊരു ബന്ധു നിലവിൽ ചികിത്സയിലാണ്. പ്രതികളുടെ കുടുംബവും കൊല്ലപ്പെട്ട ഭരത് സിംഗിന്റെ കുടുംബവും തമ്മിൽ പ്രദേശത്തെ മണൽ ഖനനവുമായി ബന്ധപ്പെട്ട് ദീർഘകാലമായി ബിസിനസ്സിൽ ശത്രുത നിലനിൽക്കുന്നതായി പോലീസ് പറയുന്നുണ്ട്. കൊലപാതകം നടക്കുന്നതിന് തലേ ദിവസം ഇരു കൂട്ടരും തമ്മിൽ വാക്കേറ്റമുണ്ടായി. തുടർന്ന് ചൊവ്വാഴ്ച പ്രശ്നം ഒത്തുതീർപ്പാക്കാൻ പോയപ്പോഴാണ് ആക്രമണം ഉണ്ടായതെന്നാണ് പോലീസ് പറയുന്നത്. പ്രതികളായ വിശാൽ, സത്യകുമാർ, അക്ഷയ്, മഹേന്ദർ എന്നിവരാണ് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. സംഭവത്തിൽ കുറ്റക്കാരെ ആരെയും വെറുതെ വിടില്ല എന്നാണ് ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി വിഷ്ണു ദിയോ സായ് പറയുന്നത്. അതേസമയം മരിച്ച ഭരത് സിംഗും പ്രതികളായവരും ബി.ജെ.പിയുമായി ബന്ധപ്പെട്ടവരാണ് എന്നാണ് ഛത്തീസ്ഗഡ് കോൺഗ്രസ് പ്രസിഡന്റ് ദീപക് ബൈജ് പറയുന്നത്. അനധികൃത ഖനനവുമായി ബന്ധപ്പെട്ട് ബി.ജെ.പി. നേതാക്കൾക്കിടയിൽ പരസ്പരം ശത്രുതയുണ്ടെന്നും അദ്ദേഹം പറയുന്നുണ്ട്. സോഹൻഹാട്ട്, അതോടൊപ്പം തന്നെ കൈലാഷ്പൂർ, ടെലിമുഠ, അതോടൊപ്പം ബേലിയ, ചിങ്കൂര എന്നിവിടങ്ങളിലെ മണൽ ഗതാഗതത്തിന്റെയും അനധികൃത പിരിവുകളുടെയും നിയന്ത്രണത്തിനായുള്ള കൈപ്പേറിയ ഒരു പോരാട്ടമാണ് കൊലപാതകത്തിലേക്ക് കലാശിച്ചതെന്നാണ് ലഭിക്കുന്ന വിവരം. ഈ മേഖലയിൽ മണൽ ഖനന കരാർ ഭരത് സിംഗിന്റെ കുടുംബവുമായിരുന്നു നൽകിയിരുന്നത്. ഇത് ബി.ജെ.പി. നേതാവ് മനോജ് ത്രിപാഠിയുടെ കുടുംബവുമായി മാസങ്ങളായി ഭഗത് സിംഗ് തമ്മിലുള്ള ഒരു വിഭാഗം ശത്രുത നിലനിൽക്കുന്നുണ്ടായിരുന്നു. ഏത് സമയം ഒരു സംഘർഷം ഉണ്ടാകാമെന്ന നിലയിലാണ് കാര്യങ്ങൾ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഛത്തീസ്ഗഡിൽ കൂടുതൽ പോലീസ് വിന്യാസം 24 മണിക്കൂറത്തേക്കും അവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കനത്ത സുരക്ഷാ വലയത്തിലാണ് ഛത്തീസ്ഗഡ്. സംഭവത്തിൽ അക്ഷയ് ത്രിപാഠി, വിശാൽ ത്രിപാഠി, സത്യപ്രകാശ് ത്രിപാഠി എന്നീ 3 പ്രതികളെ പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. മറ്റു പ്രതികൾക്കായി തിരച്ചിൽ തുടരുകയാണ്. കൊലപാതകം, അതോടൊപ്പം തന്നെ കൊലപാതക ശ്രമം തുടങ്ങിയ ഗുരുതരമായ വകുപ്പുകൾ ചുമത്തി ആണ് 9 പേർക്കെതിരെ ഇപ്പോൾ കേസെടുത്തിട്ടുള്ളത്.